നിങ്ങൾക്ക് തൃശ്ശൂരിലുള്ള തിരുവമ്പാടി ക്ഷേത്രത്തിന്റെ ഒരു ഹിസ്റ്ററി അറിയാമോ? ഈ ക്ഷേത്രം എക്കാലത്തും തൃശ്ശൂരിലായിരുന്നില്ല എന്ന കാര്യവും നിങ്ങൾക്കറിയാമോ? ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഗ്രഹം തൃശ്ശൂരിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള എടക്കളത്തൂരിലായിരുന്നു. അവിടെയുണ്ടായ വർഗീയ സംഘർഷങ്ങളിൽ നിന്നും വിഗ്രഹത്തെ സംരക്ഷിക്കാൻ ഗ്രാമവാസികൾ രാത്രിയുടെ മറവിൽ അത് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു. തൃശ്ശൂരിലെ കാച്ചനപ്പള്ളി മനയിലെ നിസ്വാർത്ഥരായ ദമ്പതികൾ ഈ വിഗ്രഹത്തെ സ്വന്തം കുഞ്ഞായി കണ്ടു വളർത്തി. അവരുടെ ഭക്തിയിൽ സംതൃപ്തനായ ഭഗവാൻ പാർത്ഥസാരഥി ഭാവം വെടിഞ്ഞ് വെണ്ണ ചോദിക്കുന്ന ഉണ്ണിക്കണ്ണനായി മാറി എന്നാണ് വിശ്വാസം. മനയിലെ കാരണവർ കൊടുങ്ങല്ലൂർ അമ്മയുടെ വലിയ ഭക്തനായിരുന്നു. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അദ്ദേഹത്തിന് കൊടുങ്ങല്ലൂരിലേക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ ദേവി അദ്ദേഹത്തിന്റെ ഓലക്കുടയിൽ കയറി തൃശ്ശൂരിലെത്തി എന്നാണ് ഐതിഹ്യം. ഇന്നും കൃഷ്ണനോടൊപ്പം തന്നെ പ്രധാനത്തോടെ തിരുവമ്പാടി ഭഗവതിയെയും ആരാധിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ ശക്തൻ തമ്പുരാനാണ് തിരുവമ്പാടിയെ തൃശ്ശൂർ പൂരത്തിന്റെ അവിഭാജ്യ ഘടകമാക്കിയത്. പ്രശസ്തമായ മടത്തിൽ വരവ് ഇന്നും പൂരപ്രേമികളുടെ ആവേശമാണ്. ഇതാണ് തിരുവമ്പാടി അമ്പലത്തിന്റെ ചരിത്രം. ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ മാന്യമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ കമന്റ് ബോക്സിൽ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്കായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.